കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായി. ഇതുണ്ടോ, നെക്കും മുഖവും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട മാതിരി കണ്ടോ, ഫൗണ്ടേഷനൊക്കെ തേച്ച മാതിരി നല്ലതായിട്ട് കണ്ടോ. കഴുത്തും മുഖവും കൂടെ നോക്കിക്കോ, നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു തിളക്കവും നല്ല തിളക്കമുണ്ട് മുഖത്തിന്. ഖുശ്ബു ആയിടുന്നൊരു ഫേസ് പാക്ക് ഞാനും ഒന്ന് ഇട്ട് നോക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് അറിയും. കാരണം ഹലോ എൻ്റെ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ടല്ലോ ഞാനും ഖുശ്ബുവും തമ്മിൽ ഒരു മത്സരത്തിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഏത് ഖുശ്ബു ആണെന്ന്. വേറെ ഒരു ഖുശ്ബു അല്ല, നമ്മുടെ സിനിമാ നടി ഖുശ്ബു കേട്ടോ. അപ്പോൾ ഖുശ്ബു ഒരു പായ്ക്ക് ഇട്ടു, അതായത് പുള്ളിയുടെ ഒരു മാജിക്കൽ പായ്ക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു പായ്ക്ക് നമുക്ക് ഇട്ട് നോക്കിയാലോ, മാജിക്കൽ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു കെമിക്കലും ഇല്ല അതിനകത്ത്, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ രഹസ്യം ഇതൊക്കെ തന്നെയാണ്. ഇവർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തായാലും എനിക്കതൊന്ന് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കിയാൽ നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്നറിയാമല്ലോ. എന്തായാലും റിസൾട്ട് കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഖുശ്ബുവിൻ്റെയൊക്കെ സൗന്ദര്യം ഇത്രയും പ്രായമായിട്ടും നല്ല യങ്ങായിട്ടില്ലേ മുഖമൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പം എന്തായാലും സൂപ്പർ ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാജിക്കൽ പായ്ക്കിലോട്ടൊന്ന് കടന്നാലോ. അതിനുവേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. എന്നാൽ എല്ലാവരും ഒന്ന് ഓടി വന്നേ. അപ്പം നമുക്ക് ആ മാജിക്കൽ പായ്ക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അതായത് കാച്ചിയ പാലല്ല, സാധാരണ പച്ചപ്പാൽ കേട്ടോ. അപ്പോൾ അത് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമുക്ക് വേണ്ട എന്താണെന്നറിയാവോ, നമ്മുടെ കുങ്കുമപ്പൂവ്. അതായത് നമ്മുടെ സൗന്ദര്യ രഹസ്യത്തിൽ ഒന്നാമനാണ് ഈ കുങ്കുമപ്പൂവ്. ഇതുള്ളിൽ കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കുകളിലും കുങ്കുമാതി തൈലം, കുങ്കുമത്തിൻ്റെ ഫേസ് പാക്ക്, കുങ്കുമാതി ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കുങ്കുമപ്പൂവിൻ്റെ. അപ്പോൾ നമുക്ക് ഫ്രഷ് കുങ്കുമപ്പൂ തന്നെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു നുള്ള് അപ്പോൾ അത് നമുക്ക് ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ, ഇത്രയും ശക്കലം എടുത്തിട്ടുള്ളൂ. പാലിനകത്തോട്ട് ഇട്ട് കൊടുത്തേ, വളരെ കുറച്ച്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെക്കാവേ. അപ്പോൾ ഈ കുങ്കുമപ്പൂവിൻ്റെ കളറെല്ലാം ഈ പാലിനകത്തോട്ട് ഇറങ്ങും, അറിയാമല്ലോ എല്ലാവർക്കും അത്. അപ്പം വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ ഇറങ്ങും. എന്നാലും ഒരു കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ വേണ്ടേ ഈ കുങ്കുമപ്പൂവിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട എന്തെന്നറിയോ, റോസ് വാട്ടറാണ്. ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാലിയായി. നമ്മുടെ ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ നമുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും ഗ്ലിസറിനെ ഡയറക്റ്റ് ചുണ്ടിലോ ഡയറക്റ്റ് ഫേസിലോ ഒന്നും തേക്കരുത്. ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സാധനം ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്ത് എല്ലാം യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നല്ല ഫേസിന് നല്ല ഗ്ലോ വരാനും ഷൈനിങ് ആകാനായിട്ടും റിങ്കിൾസൊക്കെ കുറയാനായിട്ടും ഒത്തിരി നല്ലതാണ്. പക്ഷെ ഓർക്കുക, ഡയറക്റ്റ് തേക്കരുത്. അപ്പോൾ നമുക്കും അതുപോലെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1, 2, 3 തുള്ളി മാക്സിമം മതി കേട്ടോ. അപ്പം ഞാനൊന്ന് ഒഴിക്കട്ടെ. അപ്പം ഞാനൊരു 4 തുള്ളി വീണു, ഒരു 4 തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ തേന്, ഹണി. അപ്പം ഹണിയാണ്. അപ്പോൾ അതൊന്ന് ഒരു 1/4 ടീസ്പൂണ് ഹണി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് രക്തചന്ദനപ്പൊടിയല്ല, നമ്മുടെ ചന്ദനമില്ലേ നെറ്റിയിലൊക്കെ തൊടുന്ന ചന്ദനം, ആ ഒരു പൊടിയാണ് കേട്ടോ. നല്ല മണമാണ്. അപ്പോൾ ഇത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അത് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി എല്ലാവർക്കും നമ്മുടെ അരിപ്പൊടി അറിയത്തില്ലേ, അത്. അപ്പം ഞാനിങ്ങനെ മുഖത്ത് തേക്കാൻ വേണ്ടി ഇങ്ങനെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവേ. അപ്പോൾ ഇതിനകത്തുനിന്നൊരു 1/2 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർക്കാവേ. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഇച്ചിരി ഒരു കട്ടി കൂടുതലുണ്ട്, അപ്പോൾ സ്വല്പം പാലും കൂടെ ഞാൻ ഒഴിക്കാവേ. ഇച്ചിരി കട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് പേസ്റ്റായിട്ട് നമുക്ക് എടുക്കണം.
ഈ ഒരു രൂപത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നമ്മൾ എടുക്കണം, എന്നാലും നമുക്ക് ഫേസിൽ നന്നായിട്ട് തേക്കാനായിട്ടും അതുപോലെ തന്നെ ഫേസിൽ പെട്ടെന്ന് നന്നായിട്ട് അബ്സോർവ് ചെയ്യാനും പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ഉണങ്ങി പിടിച്ചു പോകും. അതുകൊണ്ട് എത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചോ മുഖം കഴുകി എടുക്കണം. അപ്പം മുഖം നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഫേസിൽ നെക്കിലും ഇടാനുള്ളത് കാണത്തുള്ളൂ. എന്തായാലും ഞാൻ ഫേസിൽ മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. നെക്കിൽ ഞാൻ പിന്നെ കുളിക്കാൻ കയറുമ്പോഴേ ഇടുന്നുള്ളൂ. എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇടും കേട്ടോ. ഇപ്പോൾ ഈ ഷോളിലെല്ലാം ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഫേസിലിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് കൊണ്ടുവേണം, ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ചെയ്യും. ഞാൻ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, ഈ പെയിന്റ് അടിക്കുന്ന ബ്രഷാണെന്ന്. ഇതൊരിക്കലും പെയിന്റ് അടിക്കുന്ന ബ്രഷല്ല മക്കളെ. ഇത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉള്ളതാണ്, ഒരു ബ്രഷാണ്. ഇതിൻ്റെ കോമ്പും ബ്രഷും എല്ലാം കൂടെ കോംബോ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതൊരിക്കലും പെയിന്റ് അടിക്കുന്ന ബ്രഷല്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബ്രഷൊക്കെ ഉപയോഗിക്കുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ബ്രഷൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യണം. നല്ലപോലെ ഡെറ്റോൾ വെള്ളത്തിൽ ഉപ്പും ഒക്കെ ഇട്ടിട്ട്, ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഡെറ്റോളും എല്ലാം കൂടെ ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിനകത്തിട്ട് മുക്കിയിട്ട് വെക്കും ഒരു അരമണിക്കൂറോളം. എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് അണുക്കളുണ്ടാവും. നമ്മുടെ ഫേസിലൊക്കെ ഇടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതെല്ലാവരും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ ഖുശ്ബുവിൻ്റെ മാജിക്കൽ പായ്ക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഖുശ്ബു ചെയ്ത പോലെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചിട്ടിടാമെന്ന് വെച്ചു. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടും കൂടെ അറിയാമല്ലോ. അപ്പം നമുക്ക് കണ്ണിനടിയിലിടണ്ട, ഇത്രയും ഭാഗത്ത് തേച്ചാൽ മതി. അപ്പം ഞാൻ നമ്മുടെ ഖുശ്ബു ഇട്ട ആ ഒരു മാജിക്കൽ പായ്ക്ക് ഞാൻ മൊത്തം തേച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തുടയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെയാണ് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. കട്ടിക്ക് ഭയങ്കര ഉരച്ചൊന്നും കഴുകണ്ട, സോഫ്റ്റായിട്ടൊന്ന് മുടി ഇങ്ങനെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക. ഒരുപാടിട്ട് ഉരയ്ക്കണ്ട കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. ഇവിടെ സന്ധ്യയായി കേട്ടോ, സമയം സന്ധ്യയായി. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി പായ്ക്കാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള പായ്ക്കാണ്. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായി. ഇതുണ്ടോ, നെക്കും മുഖവും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട മാതിരി കണ്ടോ, ഫൗണ്ടേഷനൊക്കെ തേച്ച മാതിരി നല്ലതായിട്ട് മുഖവും കൂടെ നോക്കി അറിയാം. ഇത് കണ്ടോ, കഴുത്തും മുഖവും കൂടെ നോക്കിക്കോ, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു പായ്ക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കഴുത്തിലെ മുഖത്തെയും കളർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നല്ല നല്ല തിളക്കവും വന്നിട്ടുണ്ട് ഫേസിന്. കണ്ടോ, അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിങ്ങനെ പായ്ക്കായിട്ട് ഇട്ട് പോകാം. നല്ല ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസൊക്കെ കുറയ്ക്കാനായിട്ടും നല്ലൊരു ബ്രൈറ്റ് ആൻഡ് സ്കിന്നിന് കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.